ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചതോടെ ഇന്ന് പലരും ഓൺലൈൻ വഴി വീട്ടിലിരുന്നാണ് ജോലികൾ ചെയ്യുന്നത്. ഇതോടൊപ്പം സൈബർ അറ്റാക്കും ഇൻ്റർനെറ്റ് ഹാക്കിങ്ങും വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട്. ഇത്തരം ഹാക്കിങ്ങിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി സർക്കാരിൻ്റെ ഈ നിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കൂ. Computer mobile tips, Android, iOS, Windows, website tips. Subscribe now. Press the bell icon, never miss update. സൈബർ സെക്യൂരിറ്റിയുടെ കാര്യത്തിൽ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്ന് ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശിക്കുന്നു. ലോക്ക്ഡൗൺ സാഹചര്യത്തിൽ കൂടുതൽ കമ്പനികൾ തങ്ങളുടെ ജീവനക്കാരോട് വീട്ടിലിരുന്നു കൊണ്ട് ജോലി ചെയ്യാൻ ആവശ്യപ്പെടുകയാണ്. യാത്ര വിലക്ക് നീങ്ങിയാലും തൊഴിൽ സാഹചര്യങ്ങൾ സാധാരണഗതിയിലാകാൻ ഇനിയും ഏറെ സമയമെടുക്കും എന്ന് തന്നെയാണ് സൂചനകൾ. കൂടുതൽ പേർ വർക്ക് ഫ്രം ഹോം അഥവാ വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്ന രീതി സ്വീകരിച്ചതോടെ സൈബർ ആക്രമണങ്ങൾ നല്ല രീതിയിൽ കൂടി. ഈ അവസ്ഥയിൽ വർക്ക് ഫ്രം ഹോം അഥവാ വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്നവർക്ക് സൈബർ സെക്യൂരിറ്റിയുടെ കാര്യത്തിൽ ഏറെ ജാഗ്രത പുലർത്തണമെന്നാണ് സർക്കാർ ശുപാർശ ചെയ്യുന്നത്. ഇതിനായി ആഭ്യന്തര മന്ത്രാലയം സൈബർ ക്രൈം കോർഡിനേഷൻ സെന്ററുമായി ചേർന്ന് തരുന്ന മാർഗനിർദ്ദേശങ്ങൾ ഇതാ. നമ്പർ 1, നേരത്തെ കിട്ടിയ ഡീഫോൾട്ട് പാസ്വേഡ് തന്നെ ഉപയോഗിക്കുന്നവർ അത് മാറ്റി ഊഹിച്ചെടുക്കാൻ പറ്റാത്ത ശക്തമായ പാസ്വേഡ് ഇടുക. ഇമെയിലിന് മാത്രമല്ല എല്ലാ ഡിവൈസുകളുടെയും ഓൺലൈൻ അക്കൗണ്ടുകളുടെയും പാസ്വേഡ് മാറ്റുക. നമ്പർ 2, നിങ്ങളുടെ പേഴ്സണൽ ഗാഡ്ജറ്റുകൾ ഉപയോഗിക്കുന്നതിന് പകരം കമ്പനി തന്നിരിക്കുന്ന ലാപ്ടോപ്പോ കമ്പ്യൂട്ടറോ മാത്രമേ ഉപയോഗിക്കുക. നമ്പർ 3, ജോലിക്കായി ഉപയോഗിക്കുന്ന ഡിവൈസുകൾ മറ്റ് സ്വകാര്യ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കരുത്. നമ്പർ 4, മീറ്റിംഗ് ലിങ്കുകൾ പരസ്യമായോ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ വഴിയോ ഷെയർ ചെയ്യരുത്. പകരം അതിന് നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെ ഇമെയിൽ ഉപയോഗിക്കാം. നമ്പർ 5, നിങ്ങളുടെ കമ്പനിയുടെ അനുമതിയുള്ള വിശ്വസനീയമായ ആപ്പുകൾ മാത്രമേ വീഡിയോ കോൾ കോൺഫറൻസിങ്ങിന് ഉപയോഗിക്കാൻ പാടുള്ളൂ. അതുപോലെ തന്നെ കമ്പനി അംഗീകരിച്ച ഓപ്പറേറ്റിംഗ് സോഫ്റ്റ്വെയർ മാത്രമേ ഉപയോഗിക്കുക. നമ്പർ 6, ആൻറ്റിവൈറസ് ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. കൂടാതെ നിങ്ങൾ ഉപയോഗിക്കുന്ന എല്ലാ ആപ്പുകളും അപ്ഡേറ്റ് ആയിരിക്കണം. നമ്പർ 7, ആവശ്യമില്ലെങ്കിൽ റിമോട്ട് ആക്സസ് സൗകര്യം ഡിസേബിൾ ചെയ്തു വെക്കുക. ഈ സൗകര്യം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ കൃത്യമായി സുരക്ഷിതത്വം ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. നമ്പർ 8, ഓഫീസ് സിസ്റ്റത്തിലേക്ക് ആക്സസ് ചെയ്യുന്നതിന് സുരക്ഷിതമായ നെറ്റ്വർക്ക് മാത്രം ഉപയോഗിക്കുക. നമ്പർ 9, ഫിഷിംഗ് ഇമെയിലുകൾക്ക് അതീവ ശ്രദ്ധ കൊടുക്കുക. കൂടാതെ എല്ലാ ലിങ്കുകളും തുറക്കുന്നതിന് മുമ്പ് കൃത്യമായി പരിശോധിക്കുക. നമ്പർ 10, ഓപ്പൺ ആയതും സൗജന്യമായതുമായ വൈഫൈ നെറ്റ്വർക്കുകൾ ഒഴിവാക്കുക. നിങ്ങളുടെ വീട്ടിലെ വൈഫൈ പാസ്വേഡ് മാറ്റി പുതിയത് ഇടുക. അതുപോലെ അഡ്മിൻ പാസ്വേഡുകളും മാറ്റുക. നമ്പർ 11, നിങ്ങളുടെ തൊഴിൽ ദാതാവ് പറഞ്ഞിരിക്കുന്ന സെക്യൂരിറ്റി മാർഗനിർദ്ദേശങ്ങൾ കൃത്യമായി പാലിച്ച് മുന്നോട്ട് പോവുക. കൂടുതൽ ഓൺലൈൻ ജോബ് ആവശ്യമാണെങ്കിൽ എൻ്റെ മറ്റു വീഡിയോകൾ സന്ദർശിക്കുക. ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ ഡിസ്ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ. സീ യു നെക്സ്റ്റ് ടൈം. Hold me close till I get up.